ഹായ്, ഞാൻ ദിലീപ്. വിയറ്റ്നാം DMC ആണ്. വിയറ്റ്നാം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി, വിയറ്റ് ഹിന്ദ് എന്നാണ് കമ്പനിയുടെ പേര്. ഇന്ന് വിയറ്റ്നാം വിശേഷങ്ങളുമായി അനിയനയ്ക്കൊപ്പം പ്രൈം പോഡ്കാസ്റ്റിൽ ഞാനാണ് ദിലീപ് കുമാർ. ഒരു ട്രാവൽ ഏജന്റിൽ നിന്നും വിയറ്റ്നാം DMCയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എന്താണ് DMC എന്നുള്ളത് പറയാം. DMC എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി. അപ്പം ഏതൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നു, ആ ഡെസ്റ്റിനേഷൻ്റെ മാനേജ്മെൻറ്റ് കമ്പനി എന്നാണ് DMC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിയറ്റ്നാമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഹോൾസെയിൽ ഡീലറാണ് വിയറ്റ്നാമിൻ്റെ. ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ആയിരുന്നു എന്നല്ല, ആണ് ഇപ്പോഴും ട്രാവൽ ഏജൻ്റ് ആണ്. എൻ്റെ സ്ഥാപനം SM ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു B2C സ്ഥാപനമുണ്ട്. B2C മീൻസ് ബിസിനസ് ടു കസ്റ്റമർ. അതല്ലാതെ B2B ഏജൻ്റാണ് ഞാൻ വിയറ്റ്നാം ചെയ്യുന്നത്. B2B കേരളത്തിനകത്തും പുറത്തും, അതായത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഫോറിൻ കൺട്രികളിലും ഉള്ള ട്രാവൽ ഏജൻസിന് നമ്മൾ വിയറ്റ്നാം ലാൻഡ് കോസ്റ്റ് മീൻസ് ലാൻഡ് പാക്കേജ് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് വിയറ്റ് ഹിന്ദ് എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരാണ്. ഖലീൽ ഹസൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പാർട്ണറുണ്ട്, പിന്നെ ഒന്ന് ഞാനാണ്. ഞങ്ങൾ രണ്ടുപേരാണ് വിയറ്റ്നാം DMC ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ട്രാവൽ ചെയ്യാത്ത രാജ്യങ്ങൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ഒന്നും അധികം പോയിട്ടൊന്നുമില്ല. അല്ലാതെ കുറേ രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പം മലേഷ്യ ആണെങ്കിലും, തായ്ലൻഡ്, ഫുക്കറ്റ്, വിയറ്റ്നാം, ബാലി, ദുബായ്, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിലൊരു 8-10 രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തു. അപ്പം ട്രാവൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറേ കമ്പനികളുടെ പാക്കേജുകൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടാണ് മലേഷ്യയിൽ ഒരു DMC ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടാണ്, ഒരു ട്രിവാൻഡ്രംകാരൻ, ജോയ് പെരേര എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയായിട്ട് പാർട്ണർഷിപ്പ് കൂടി മലേഷ്യയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി. മലേഷ്യയാണ് ചെയ്യുന്നത്. ഗ്ലോബൽ എസ്കേപ്പ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഞാനതിനകത്തൊരു പാർട്ണറാണ്. മലേഷ്യയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കസ്റ്റമർ ബാക്കപ്പായി. കസ്റ്റമർ മീൻസ് ഏജൻസ് ബാക്കപ്പായി. ഇഷ്ടംപോലെ ഏജൻസിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ വിയറ്റ്നാം സ്റ്റാർട്ട് ചെയ്തു. 2016 ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി, എൻ്റെ ഒരു ഫ്രണ്ട്, ഇടുക്കി ജില്ലാ സെക്രട്ടറി, സെനോൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ്റെ ഒരു ഗ്രൂപ്പ്, ക്രിക്കറ്റ് അസോസിയേഷനിലുള്ളവരും ബാക്കി അവിടെ വീടിനടുത്തുള്ളവരെല്ലാവരുമായിട്ട് ഞങ്ങളൊരു 10-30 പേര് വിയറ്റ്നാമിൽ പോവുകയാണ്. അതിനു മുമ്പ് ഞാനൊന്ന് വിയറ്റ്നാമിൽ പോയിട്ടുണ്ട്. അല്ലാതെ ഞാനൊരു ഗ്രൂപ്പുമായിട്ട് ഫസ്റ്റ് വിയറ്റ്നാമിൽ പോകുന്നത് ഞാൻ അപ്പോഴാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നു. ആ ടൂർ സക്സസ് ആയിരുന്നു. അപ്പോൾ വിയറ്റ്നാം ഒരു ടൂറ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അന്നേരം ഒന്നും ഇത്രയും പോപ്പുലാരിറ്റി ഇല്ല വിയറ്റ്നാം. വിയറ്റ്നാം ഇപ്പോൾ പോപ്പുലർ ആയത് ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മറ്റേ ഇൻസ്റ്റയിലൂടെയൊക്കെ കുറേ പ്രൊമോഷൻസ്, യൂട്യൂബിലൂടെയൊക്കെ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് എന്താണ് വിയറ്റ്നാം എന്ന് ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അല്ലാതെ വിയറ്റ്നാമിനെ കുറിച്ച് ABCD ആർക്കും അറിയില്ല ആ സമയത്ത്. ഞാൻ അവിടെ കാലുകുത്തുമ്പോൾ. അതിനുശേഷം ഞാൻ 1-2 പ്രോഗ്രാം കൂടെ ചെയ്തു. ആ സമയം ഞാൻ ചെയ്യുന്നത് ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ടൂർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറാണ് വിയറ്റ്നാമിൽ, ഈ ഹോച്ചിമിൻ സിറ്റിയിൽ. അത് ശരിക്കും പറയാൻ ബിസിനസ് സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി. ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഹോച്ചിമിൻ സിറ്റി. എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ, ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നവർ, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ നമ്മുടെ ഏലക്ക, ഇതിനൊക്കെ ചീപ്പാണ് അവിടെ. കുരുമുളകൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്. അതൊക്കെ ഈ കേരളത്തിലേക്കൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഉണ്ട്. കാഷ്യൂനട്ട്, അതൊക്കെ ഹോച്ചിമിൻ സിറ്റി എന്നാണ്. ഐഫോണിന്റെ ഫാക്ടറി ഉള്ളത് ഹോച്ചിമിൻ സിറ്റിയാണ്. ഹോച്ചിമിൻ സിറ്റി ശരിക്കും പറയാൻ ബിസിനസ് സിറ്റിയാണ്. ഹിസ്റ്റോറിക്കൽ ടൂറാണ് അവിടെ ഉള്ളത്. ഹിസ്റ്റോറിക്കൽ ടൂർ എന്ന് പറഞ്ഞാൽ കുച്ചി ടണൽ ടൂർ. വിയറ്റ്നാം ബ്രിട്ടീഷ് വാർ മെമ്മോറിയൽ ആണ്. ബ്രിട്ടീഷുകാരെ യുദ്ധം ചെയ്ത് തോപ്പിച്ചിട്ട് ഇപ്പോഴും അവരത് ടൗൺഷിപ്പിൽ ഒരു 10-500 ഏക്കർ സ്ഥലം കാടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് അവർ യുദ്ധം ചെയ്തത്. ശരിക്കും ഒരു പൊക്കം കുറഞ്ഞ ആൾക്കാരാണ് വിയറ്റ്നാമീസ്. ഇവരൊരു കുഴി ഉണ്ടാക്കി, ടണൽ എന്ന് പറയും, അതാണ് കുച്ചി ടണൽ. ഈ കുഴി ഉണ്ടാക്കി കുഴിക്കകത്ത് ഇറങ്ങിക്കിടന്ന് യുദ്ധം ചെയ്തിട്ടാണ് ഇവർ ഓരോരുത്തരെ, ഈ ബ്രിട്ടീഷുകാരെ, അവർക്കറിയില്ല എവിടെയാണ് ഇവർ കിടക്കുന്നത്, വരുമ്പോൾ കുന്തം കൊണ്ട് കുത്തുക, അങ്ങനെയൊക്കെ. അതൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് ആ ടൂർ. അതായത് വിയറ്റ്നാം ടൂർ എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ടൂറാണ് വിയറ്റ്നാം ടൂർ. അതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം തന്നെ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ ഒരു കാരണവും. കാരണം ഇപ്പം ഞാൻ എന്താ ചരിത്രം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ടൂറാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കൊച്ചി ടണൽ ടൂർ. ഗൈഡാണ് നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ആ ഗൈഡ് മാൻഡേറ്ററി ആണ്. അവിടെ എല്ലാ ടൂറിനും ഗൈഡ് മാൻഡേറ്ററി ആണ്. ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പോലെ, ഇപ്പോൾ ഓരോരോ ടൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ടൂറിൽ ഇപ്പോൾ ഒരു ടൂറിൽ പോയാൽ, ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ, നമുക്ക് ബാന ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ കേബിൾ കാർ ഉണ്ട്. ആ കേബിൾ കാറിൽ പോയി കഴിഞ്ഞാൽ ഏത് കേബിൾ കാറിലൂടെ കയറണം, ഏത് കേബിൾ കാറിലൂടെയാണ് എക്സിറ്റ്, അതേപോലെ അവിടെ കയറി കഴിഞ്ഞാലുള്ള പ്രോഗ്രാം, നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഒരാൾ നേരിട്ട് ബുക്ക് ചെയ്ത് പോയാൽ ബ്ലൈൻഡ് ആയിരിക്കും, നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡ് കൂടെ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ആയിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തൊക്കെയാണ് ടൂറുകൾ. അതായിരിക്കും ബെറ്റർ. പിന്നെ ഉള്ളത് മെക്കോൺ ഡെൽറ്റ ഐലൻഡ് ടൂർ. അതൊരു ഐലൻഡാണ്, ബാക്ക് വാട്ടർ ഐലൻഡാണ്.
ആ ബാക്ക് വാട്ടർ ഐലൻഡിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് കോക്കനട്ട് ഇതാണ്, എന്താ പറയുക, കോക്കനട്ട് ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഇഷ്ടംപോലെ തേങ്ങ കിട്ടും. ആ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്, തേങ്ങ പൊതിക്കുന്നത്, ചകിരി ഉണ്ടാക്കുന്നത്, അതേപോലെ കോക്കനട്ട് മറ്റേ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്, കപ്പലിൻ്റെ മിഠായിയൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് അവിടെ പോയി കാണാൻ നമ്മളെ കാണിക്കുന്നത്. കേരളത്തിൽ നിന്ന് അവിടെ ചെന്നിട്ട് തേങ്ങ പൊതിക്കുന്നത് കാണാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ ടൂർ ഇതൊക്കെയാണ് ടൂർ. പക്ഷേ ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്നത് ബിസിനസ് സിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുരുമുളക് അതുപോലുള്ള ഏലക്ക അതൊക്കെ ഭയങ്കര ചീപ്പാണ്. അതൊക്കെ ഇമ്പോർട്ട് ചെയ്യാനും അതിനൊക്കെയാണ് വിയറ്റ്നാം കാഷ്നട്ടിനൊക്കെ ആണ് ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങുന്നത്. പിന്നെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഹോച്ചിമിൻ സിറ്റിയിലേക്കാണുള്ളത്. സൈഗോൺ എന്നാണ് അതിൻ്റെ പേര്. സൈഗോൺ റിവർ എന്ന് പറഞ്ഞൊരു നദി അവിടെ ഒഴുകുന്നുണ്ട്. സൈഗോൺ എന്നാണ് ഹോച്ചിമിൻ സിറ്റിയുടെ വിളിപ്പേര്. സൈഗോൺ എന്നാണ് എയർപോർട്ട് കോഡ്. SGN എന്നാണ് എയർപോർട്ട് കോഡ്. SGN സൈഗോണിൻ്റെ. ഈ സൈഗോണിലേക്കാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ചീപ്പായിട്ട് 5 മണിക്കൂർ ട്രാവലിംഗ് ആണ്. പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന പ്ലേസ് ആണ് ഈ പറയാം ഹോച്ചിമിൻ സിറ്റി. അവിടെ മെയിനായിട്ട് ഇവർ ഫ്ലൈറ്റ് ഇട്ടിരിക്കുന്നത് തന്നെ അവർ ടൂർ നോക്കിയിട്ടല്ല ഇട്ടിരിക്കുന്നത്. വിയറ്റ്ജെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫ്ലൈറ്റ് ഇട്ടിരിക്കുന്നത്. വിയറ്റ്നാം എയർലൈൻസ് ആണ്. ആ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണക്ഷൻ ഫ്ലൈറ്റ് നോക്കിയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അതായത് ഓസ്ട്രേലിയൻ കണക്ഷൻ, ബാലി കണക്ഷൻ, തായ്ലൻഡ് കണക്ഷൻ, പല രാജ്യങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ ഹബ്ബാണ് ഹോച്ചിമിൻ സിറ്റി. മനസ്സിലായില്ലേ? ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒക്കെ പല രാജ്യങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ ഹബ്ബ് എന്നുള്ള രീതിയിലാണ് ഹോച്ചിമിൻ സിറ്റി ഇട്ടിരിക്കുന്നത്. ഇനി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തും ഹോച്ചിമിൻ എന്ന് പറയുന്നത് മോർ ദാൻ എ ഡെസ്റ്റിനേഷൻ പ്ലേസിനേക്കാളും നമുക്കൊരു ബിസിനസ്സിന് അല്ലെങ്കിൽ കണക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അതെ, ലെതർ ബാഗ്, ഷൂ, ഇതൊക്കെ എല്ലാത്തിൻ്റെ ഫാക്ടറികളൊക്കെ അവിടെ ഉള്ളത്. ബിസിനസ് സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി, ടൂർ അല്ല ഹോച്ചിമിൻ സിറ്റി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിയറ്റ്നാം ടൂർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യ ടൂർ ചെയ്യുന്ന പോലെയാണ്. മീൻസ് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കേരളം മുഴുവൻ കവർ ചെയ്യുന്നു, അവർ കാണുന്നു. അതുപോലെയാണ് ഹോച്ചിമിൻ സിറ്റിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഹോച്ചിമിൻ സിറ്റി കവർ ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ മിഡിൽ വിയറ്റ്നാം, ദനാങ്. ദനാങ് എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ ഉള്ള ട്രാവലിംഗ് ഡിസ്റ്റൻസ് അത്ര ദൂരമുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ദനാങ്ങിൽ പോകണം. മിഡിൽ ഓഫ് വിയറ്റ്നാം ആണ്, കോസ്റ്റൽ ഏരിയ ആണ്, ബീച്ചും അതേപോലെ തന്നെ ഹിൽ സ്റ്റേഷനും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അവിടുത്തെ ടൂർ നല്ല ടൂറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൂറാണ്. അതായത് ബാന ഹിൽസ് ടൂർ. ഈ ബാന ഹിൽസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വാർ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിയറ്റ്നാമീസ് ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മലയാണ് ബാന ഹിൽസ്. ആ മലയിൽ ഈ പറഞ്ഞ പോലെ വാഴപ്പഴം കഴിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, വെറുതെ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ബനാന ഹിൽസ് എന്ന് പറഞ്ഞാൽ അത് ബാന ഹിൽസ് ആയതാണ്. ഈ ബാന ഹിൽസിലെ കേബിൾ കാർ ഉണ്ട്. കേബിൾ കാർ 5-6 സെക്ടർ ആയിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ അതിനകത്ത് ഒരു കേബിൾ കാറിൽ 16-18 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. അത്ര വലിയ കേബിൾ കാറാണ്, ഏതാണ് 3 റൂമിന്റെ അത്രയും. അതിനകത്ത് ആ കേബിൾ കാർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറാണ്. 8 കിലോമീറ്ററാണ് ആ കേബിൾ കാർ. ഈ കേബിൾ കാർ കയറി മേളിൽ ചെല്ലുമ്പോൾ 2 കൈവെള്ളയിൽ, ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് അവർ പറയുന്നത്, കൈവെള്ളയിൽ ഒരു പാലം, ഗോൾഡൻ ബ്രിഡ്ജ്, ഹാൻഡ് ഓഫ് ഗോഡ്, അത് റൗണ്ട് പാലം. ആ പാലത്തിൽ കയറി ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് അവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്, കുറേ ഫ്രഞ്ച് വില്ലകളുണ്ട്, വൈനറി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ മേളിൽ തന്നെയുണ്ട്. നമ്മുടെ തിരുപ്പതിയിൽ 7 മല കട്ട് ചെയ്ത് കുറേ സാധനം ചെയ്തിരിക്കുന്ന പോലെ, അമ്പലങ്ങൾ ചെയ്തിരിക്കുന്ന പോലെ ഈ മലയുടെ മുകളിൽ കുറേ സാധനങ്ങളുണ്ട് കാണാൻ പറ്റിയ. അത് ഒരു ദിവസത്തെ ടൂറാണ്. ഏറെക്കുറെ ഇന്ത്യൻ റുപ്പീസ് 5650 രൂപ, 5700 രൂപ എൻട്രി ടിക്കറ്റ് വരുന്നതാണ്, ഇൻക്ലൂഡിങ് ലഞ്ച്. അത് നമ്മളിപ്പോ ഒരു പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ യൂഷ്വലി ഇതിന്റെ കൂടെ തന്നെ വരുവാണോ അതോ നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ്? നമ്മൾ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഐറ്റിനറിയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും, ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് രണ്ടാമത്തെ ടൂർ എന്ന് പറഞ്ഞാൽ ഹൊയാൻ ടൂർ എന്ന് പറയും. ഹൊയാൻ എന്ന് പറഞ്ഞൊരു നദിയാണ്. ആ നദിയിൽ ഹൊയാൻ റിവറിൽ നമ്മുടെ എന്താ പറയുക, ഈ ഗംഗാ ആരതി എന്ന് കേട്ടിട്ടില്ല, കുറേ ആയിരക്കണക്കിന് ദീപങ്ങൾ ഒഴുകുന്നത്. ആ ഗംഗാ ആരതി പോലെ ഇങ്ങനെ പുഴയിൽ ദീപങ്ങൾ ഇങ്ങനെ ഒഴുകും. ഫെബ്രുവരിയിലാണ് അവിടെ ലാൻറ്റേൺ ഫെസ്റ്റിവൽ. അത് ഫ്ലൈറ്റിൽ ഇരുന്ന് തന്നെ നമുക്ക് ആ പുഴയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ദീപങ്ങൾ കിടക്കുന്ന കാണാൻ പറ്റും. അത് ഫെബ്രുവരിയിലാണ് ലാൻറ്റേൺ ഫെസ്റ്റിവൽ. അത് പിന്നെ ഒരു ഡ്രാഗൺ മോഡലിൽ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ഡ്രാഗൺ മോഡൽ അവിടെ ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസങ്ങളിൽ ഈ പറഞ്ഞ ബ്രിഡ്ജിൽ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട്, ഹൈവേ ആണ്, ആ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് ഈവനിങ് 9 to 9:15 15 മിനിറ്റ് ഡ്രാഗൺ ഷോ ഉണ്ട്. അതായത് ഈ ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് ഫയർ സ്പിറ്റ് ചെയ്യും, വാട്ടർ സ്പിറ്റ് ചെയ്യും, ഭയങ്കര ഫുൾ ലൈറ്റിൽ നല്ല കാണാനായിട്ട്. അതാണ് ടൂർ ദനാങ്. ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ പോവേണ്ടത്. മനസ്സിലല്ലേ? ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയുടെ ടൂർ പറഞ്ഞു, ദനാങ്ങിലെ ടൂർ പറഞ്ഞു, പിന്നെ ഹനോയ്, ക്യാപിറ്റൽ ഓഫ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലാണ് ഹനോയ്. ഹനോയ് എന്ന് പറയുന്നത് സിറ്റി സെൻറ്റർ, ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നതാണ് സിറ്റി സെൻറ്റർ. എയർപോർട്ടിൽ നിന്ന് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഓൾഡ് ക്വാർട്ടറിലെത്താൻ. നമ്മൾ ഇപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചീപ്പസ്റ്റ് ഹോട്ടൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യും. അത് എയർപോർട്ടിൻ്റെ അടുത്തായിരിക്കും കിടക്കുന്നത്.
എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ സിറ്റി സെന്റർ. ഓ എയർപോർട്ട് കൊച്ചിയിലാണ്. ആഹാ. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. 2 മണിക്കൂർ ബൈ റോഡ് ഡ്രൈവ് ഉം. ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതൊക്കെ ഒരു ട്രാവൽ ഏജന്റ് ത്രൂ പോയാൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ അറിയുള്ളൂ. നമ്മളെപ്പോഴും പൈസ എവിടെയാണോ ലാഭം നോക്കി നമ്മൾ പോകും. പക്ഷെ ഇത് അത് അതെ. കഴിഞ്ഞിട്ടുള്ള ഇരട്ടിപ്പണി നമ്മൾ മനസ്സിലാക്കുന്നതേ ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഉം. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളൊരു ട്രാവൽ ഏജന്റ് ചെയ്യേണ്ട പണി ട്രാവൽ ഏജന്റ് ചെയ്യട്ടെ. ഉം. ഇപ്പം ചിത്ര മനോഹരമായിട്ട് പാടുന്നുണ്ട്. ചിത്ര പാടുന്ന പോലെ താൻ പാടുമോ? താൻ പറ്റത്തില്ല. ചിത്ര പാടിക്കോട്ടെ. അങ്ങനെയല്ല. ഒരുപാട് ഓരോരുത്തർക്ക് ഇപ്പം ഒരു MBBS പഠിച്ച ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യും. പുള്ളി നന്നായിട്ട് രോഗിയെ ചികിത്സിക്കും. പുള്ളിക്ക് ഒരു കാറിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് അത് മാറ്റാൻ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അത് പഞ്ചറൊട്ടിക്കുന്ന ആൾ ചെയ്യട്ടെ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. അപ്പോൾ ഒരു ട്രാവൽ ഏജന്റ് എന്ന് പറയുന്നത് അവൻ എല്ലാം പഠിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉം. ഈ ട്രാവൽ ഏജൻസി തന്നെ പല രീതിയിലുണ്ട്. ഇപ്പം ഒരു ടൂറിസം ഇൻഡസ്ട്രിയിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾ പക്കായിട്ട് ഐറ്റിനറി ഉണ്ടാക്കി ഇദ്ദേഹത്തിന് തരുന്നു. അതേപോലെ ഒരു കോർപ്പറേറ്റ് ട്രാവൽ ഏജന്റ് വലിയ വോളിയം ബിസിനസ് ചെയ്യുന്ന ട്രാവൽ ഏജന്റ് ഉണ്ടാവും. ഈ 2 ഏജൻസിയും പാക്കേജ് എടുക്കുന്നത് എന്നെപ്പോലുള്ള ഹോൾസെയിലേഴ്സിനോടായിരിക്കും. ഉം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പക്ഷെ പറയുന്നത്? അത് നമ്മള് കസ്റ്റമേഴ്സ് ഇത് മനസ്സിലാവുന്നില്ല. കസ്റ്റമർക്ക് അത് മനസ്സിലാവത്തില്ല. കസ്റ്റമർ ചിലപ്പോൾ ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ ട്രാവൽ ചെയ്യാനായിരിക്കും ഉം. അവർക്ക് ഇഷ്ടം. ഉം. ഒരു ബ്രാൻഡഡ് കാരണം ആയിട്ടുള്ള നമ്മൾ ട്രാവൽ കുറച്ചുകൂടെ ഏജൻസിയുടെ ട്രസ്റ്റഡ് ട്രാവൽ ചെയ്യാൻ ആയിട്ടുള്ളതോ. അവർക്ക് ഇഷ്ടമാണ്. ഉം. പക്ഷേ അവർ തരുന്നതും ഈ ചെറുകിട ട്രാവൽ ഏജന്റ് തരുന്നതും ഒരേ പാക്കേജ് ആയിരിക്കും. ഉം. നമ്മൾ ഐറ്റിനറി ആണ് നോക്കേണ്ടത്. ഉം. ഐറ്റിനറി നോക്കുക, അവർ തരുന്ന ഹോട്ടൽസിന്റെ ഗൂഗിളിൽ കയറി റേറ്റിംഗ് നോക്കുക, റിവ്യൂസ് നോക്കുക, എന്നിട്ട് നമ്മൾ പാക്കേജായിട്ട് മുന്നോട്ട് പോവുക. ചിലർ പറയും ഇന്ന ബ്രാൻഡുള്ള ട്രാവൽ ഏജന്റ് അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ ഞാൻ പോവുള്ളൂ. പക്ഷെ ഉം. അവർക്ക് ബിസിനസ് ലാൻഡ് ചെയ്ത് കൊടുക്കുന്നതും ഞാനായിരിക്കും. ഈ ചെറുകിട കച്ചവടക്കാരന് ലാൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരിക്കും. ഉം. എന്നെപ്പോലെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് ഒരു ബ്രാൻഡഡ് ഏജന്റിന് ഇപ്പം കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. അവർക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഉം. പല ഓഫീസിന്റെ റെന്റ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒരു ലോക്കൽ ഏജന്റ് വിൽക്കുന്ന റേറ്റിന് വിൽക്കാൻ പറ്റത്തില്ല. ഉം. അപ്പോൾ ഒരിക്കലും ആ ഒരു ഏജന്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഉം. പക്ഷേ രണ്ടും ഒന്ന് തന്നെയായിരിക്കും. ഉം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇന്ന ബ്രാൻഡ് ആണെങ്കിൽ ഇവര് കുറച്ചും കൂടെ നല്ല സർവീസ് നല്ല ആയിരിക്കും തരിക. സർവീസ് ആയിരിക്കും എന്ന് ആ പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൂടുതൽ ആ കൊടുത്ത് ആ ഒരു ഏജന്റിന്റെ കൂടെ പോകുന്നത്. സെയിം സർവീസ് തന്നെ തരുന്ന വേറെ ഏതെങ്കിലും കുറച്ചും കൂടെ എമൗണ്ട് കുറച്ചിട്ടുള്ള ഒരു ടീമിന്റെ അടുത്ത് നമ്മൾ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അതെ 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 കാരണം നമുക്കൊരു പേടിയാണ്. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോ അതെ ഇത്രയും ചെറിയ എമൗണ്ട് ഇത്രയും ഡിഫറൻസ് അപ്പൊ ഇവർക്ക് ഇത് പോസിബിൾ ആണോ അതെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തോന്നും നമുക്കിടയിൽ ഉണ്ടാകും. ഉണ്ടാവും. അതുകൊണ്ടാണ് അതെ നമ്മൾക്ക് ഈവൻ ഇഫ് ഈ ഇത്രയും ചെറിയ എമൗണ്ടിൽ അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ ആ ബ്രാൻഡിന്റെ ഒരു ഇത് മാത്രം നോക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾ വലിയ ടീമിന്റെ അടുത്ത് പോകും. അതേപോലെ നമ്മളിപ്പോൾ ഈ ഒരു ട്രാവൽ ഏജന്റുമായിട്ട് പോയാൽ ആ ട്രാവൽ ഏജന്റ് ഇപ്പോൾ വോളിയം ഓഫ് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. എനിക്കൊക്കെ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ കുറേ ഹോട്ടൽസിന് നല്ല സർവീസ് കിട്ടുന്ന ഹോട്ടൽസിന് ഉം. കോൺട്രാക്ട് ഉണ്ടാവും. ഒരു ഉം. B2B ഏജന്റിന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ B2B ഏജന്റാണ്. ഞാൻ B2C ചെയ്തില്ല. കസ്റ്റമർക്ക് നമ്മൾ ബിസിനസ് ചെയ്ത് ഉം. കൊടുക്കുന്നില്ല. കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നത് ട്രാവൽ ഏജന്റ് ഉം. ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഹോട്ടൽ കോൺട്രാക്ട്സ് ഉണ്ടാവും. ഉം. നിങ്ങൾ ഓൺലൈൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഓൺലൈനിൽ എടുക്കുന്ന റേറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ഡയറക്റ്റ് പോയി ആ ഹോട്ടലിൽ പോയി എടുക്കുന്ന റേറ്റോ ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. ഞാൻ വോളിയം ഓഫ് കുറച്ചും ബിസിനസ് കൂടെയും കുറവായിരിക്കും. നമ്മുടെ ഒരു B2B മീൻസ് അവിടുത്തെ ഡെസ്റ്റിനേഷൻ DMCയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹോട്ടലിലും അങ്ങനെയുള്ള ഈ ടൂറുകളിലുള്ള TAC ട്രാവൽ TAC എന്നാണ് ട്രാവൽ ഏജന്റ് ഉം. കമ്മീഷൻ TAC ഒക്കെ ആയിരിക്കും ഒരു DMCയുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ തരുന്ന ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ അതുപോലുള്ള ഹോട്ടലെ നമ്മൾ ചൂസ് അത്രയും ചെയ്യും. ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നാ വിലയ്ക്കും കുറവായിരിക്കും. അതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ ട്രാവൽ ചെയ്യുന്നു. നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും അതായത് താൻ ട്രാവൽ ചെയ്ത് മൊബൈൽ ഫോൺ വെച്ച് മറന്നുപോയി. അർജൻറ്റായിട്ട് പെട്ടെന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാലയാണ് ആയിക്കോട്ടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള ഒരു സാധനം വെച്ച് മറന്നുപോയി. എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ അയ്യോ എൻ്റെ ഈ പേഴ്സ് അവിടെ വെച്ച് മറന്നുപോയല്ലോ അല്ലെങ്കിൽ മാല വെച്ച് മറന്നു. ഒന്നും ചെയ്യാനില്ല, അത് പോയി. ഉം. പിന്നെ പോണെങ്കിൽ അത് പോയി അവിടെ എടുക്കണം, അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോയി എടുക്കണം, ഒന്നും ഉം. നടക്കില്ല. ഉം. പക്ഷെ ഒരു ട്രാവൽ ഏജന്റിന്റെ ത്രൂ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഉം. ഏജൻസിന്റെ അടുത്ത ഗ്രൂപ്പിന്റെ കൂടി സാധനം തിരിച്ചു കൊടുത്തു വിടും. ഓ നമുക്ക് ആ ഒരു പോസിബിലിറ്റിയും ട്രാവൽ ഉണ്ട്. ഏജൻസിയിലൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൂറാണ് അവിടെ വേണ്ടതെന്നുള്ളത് ട്രാവൽ ഏജന്റിന് അറിയാം. ഏത് ടൂർ തന്നാൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആവും. കാരണം ഡിഫറെന്റ് ഏജ് ആയിരിക്കും, ഡിഫറെന്റ് ടൈപ്പ് ആൾക്കാരായിരിക്കും. 100%. ഇപ്പം ചിലർ പറയും ഞങ്ങൾക്ക് നൈറ്റ് ലൈഫ് വേണം, പബ്ബിൽ പോകണം, മസാജ് വേണം, ഉം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്ത് കൊടുക്കും. ഉം. ഇപ്പം ഹോച്ചിമിൻ സിറ്റി പോയാൽ നിങ്ങൾക്ക് വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉം. ഇപ്പം പബ്ബിൽ പോവാം, അല്ലെന്നുണ്ടെങ്കിൽ മസാജ് എല്ലാം അവിടെ കിട്ടും. ഉം. ഹനോയിലോ ദനാങ്ങിലോ പോയിട്ട് കാര്യമില്ല. ഹനോയ് എന്ന് പറയുന്ന സിറ്റി വിയറ്റ്നാം ക്യാപിറ്റലാണ്, ഞാൻ നേരത്തെ ഉം. പറഞ്ഞല്ലോ. അവിടുത്തെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ഉം. അവിടെ 100% ടാക്സ് ആണ്. ഒരു പുതിയ വണ്ടി ഇറക്കുകയാണെങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം ഓ. വാഹന പെരുപ്പം കൊണ്ട്.
അത്ര കൺജസ്റ്റഡ് ആണ്. ഉം. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ടൂർ എന്ന് പറയുന്നത് ഹലോങ് ബേ ആണ്. ഉം. ഹലോങ് ബേ ചൈന ബോർഡറാണ്. അവിടെ നിന്ന് 90 കിലോമീറ്റർ ഉള്ളൂ ചൈന. ഉം. ഹലോങ് ബേ എന്ന് പറയുന്നത് കടലിടുക്കാണ്. ഉം. കടലിടുക്കാണ്. അതിൽ പില്ലർ റോക്സ് ആണ് കംപ്ലീറ്റ്. ഉം. അതായത് തൂണ് പോലെ നിൽക്കുന്ന കുറേ പാറകളാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ലക്ഷറി ക്രൂയിസിലുള്ള ക്രൂയിസിങ്. ഉം. പിന്നെ ഒരു മാൻഗ്രോവ് മീൻസ് അവിടെ ഒരു ഗുഹ ഉണ്ടായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി വെള്ളം അടിച്ച് കയറി ഒരു ഗുഹ ഉണ്ടായിട്ടുണ്ട്. 750 വെള്ളം അടിച്ചു കയറി. കടലിലെ വെള്ളം അടിച്ചു കയറി ഒരു മലയ്ക്കകത്ത് കയറി മലയിൽ തുരങ്കവും ഓക്കെ, ഗുഹയും ഓക്കെ. ഉണ്ടായിട്ടുണ്ട്. നാച്ചുറലായിട്ട് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഹ. അതിൽ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു ഗുഹയുടെ ഒരു സൈഡിൽ കൂടെ കയറ്റി അടുത്ത സൈഡിൽ കൂടെ ഇറക്കുന്ന ഒരു പ്രോഗ്രാം. അതാണ് ഹലോങ് ബേ ക്രൂയിസ് പ്രോഗ്രാം. ഡേ ക്രൂയിസ് ആണ് ഏറ്റവും നല്ലത് ചൂസ് ചെയ്യുന്നത്. ഓവർനൈറ്റ് ക്രൂയിസിംഗ് ഉണ്ട്. അത് ഒരു ആലപ്പുഴയിൽ ഒരു ലക്ഷറി ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലേ വരുള്ളൂ. പക്ഷേ ഡേ ക്രൂയിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ്, അതായത് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഹലോങ് ബേ വരെ. അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം കിട്ടും. കയാക്കിംഗ് ഉണ്ട്, മാൻഗ്രോവ് ഉണ്ട്, നാരോ ബീച്ചാണ്, ബീച്ചിൽ കുളിക്കാം, ലഞ്ച് കഴിക്കാം, എല്ലാ ആക്ടിവിറ്റീസും കിട്ടും. അന്ന് ഈവനിങ് വൈൻഡപ്പ് ചെയ്ത് സൺസെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് ഹനോയിൽ വന്ന് വീണ്ടും സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ടാംകോക്ക്, മുവാക്കേവും, നിൻബിൻ ടൂർ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കിട്ടും. പക്ഷേ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഈ പറഞ്ഞ നിൻബിൻ ടൂർ കിട്ടത്തില്ല. മനസ്സിലായി? നിൻബിൻ ടൂർ അവിടുത്തെ മസ്റ്റ് വാച്ച് പ്ലേസ് ആണ്, മസ്റ്റ് വിസിറ്റ് ആണ് നിൻബിൻ ടൂർ. വലിയൊരു മലയുടെ താഴെ കൂടെ കയാക്കിംഗ് ബോട്ടിൽ ഒരു 2 കിലോമീറ്റർ കൊണ്ടുപോകും. ഭയങ്കര സ്വാദാണ്. എങ്ങനെ നമുക്ക് ഈ വിയറ്റ്നാമിലേക്ക് എത്തിപ്പെടാം? വിയറ്റ്നാമിന്റെ ടൂറിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. വിയറ്റ്നാം ഏറ്റവും നല്ല ടൂർ, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ടൂർ എന്ന് പറയുന്നത് ദനാങ്, ഹനോയ് ആണ്. 3 നൈറ്റ് ഹനോയ്, 2 നൈറ്റ് ദനാങ്. അത് കവർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോലാലംപൂർ കണക്ഷൻ എയർ ഏഷ്യ ഉണ്ട് കൊച്ചി. അത് ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എനിക്കൊന്ന് അപ്പ് ആൻഡ് ഡൗൺ മലേഷ്യയിലേക്കല്ല, വിയറ്റ്നാമിലെത്താം. വിയറ്റ്നാമിൽ ദനാങ്, DAD ആണ് എയർപോർട്ട് കോഡ്, ദനാങ്. അത് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് കോലാലംപൂർ കണക്ഷനാണ്. മലേഷ്യയിൽ ചെന്നിട്ട് മലേഷ്യ ടെർമിനൽ ചേഞ്ച് ആയിട്ട് നമ്മൾ അവിടെ ഇത് ചെയ്യണ്ട, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണ്ട. ഗേറ്റിലൂടെ അടുത്ത ഗേറ്റിൽ ചെന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ഒറ്റ PNR ബുക്ക് ചെയ്യും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒറ്റ PNR ബുക്ക് ചെയ്ത് നേരെ അടുത്ത ഇവിടെ ചെല്ലുന്നു. നമ്മൾ ദനാങ്ങിൽ ഇറങ്ങുന്നു. ദനാങ് ടൂർ 2 നൈറ്റ് 3 ഡേയ്സ് ഈ പറഞ്ഞ ഹൊയാൻ ടൂറൊക്കെ കവർ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ദനാങ്ങിൽ നിന്ന് ഹനോയിലേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യുന്നു. ഹനോയിൽ ഈ നിൻബിൻ ടൂറും ഹലോങ് ബേ ടൂറും സിറ്റി ടൂറും കവർ ചെയ്ത്. സിറ്റി ടൂർ മീൻസ് കുറേ റീൽസിലുണ്ട്. ട്രെയിൻ പോകുന്ന ഒരു സ്ട്രീറ്റ് കണ്ടിട്ടുണ്ട്. ട്രെയിൻ 1 hour ഗ്യാപ്പിൽ ട്രെയിൻ ഉണ്ട്. 6:15, 7:15, 8:15. അപ്പോൾ 6:15, 7:15 പോയ ഫുൾ ലൈറ്റിൽ നല്ല രസമാണ് കാണാനായിട്ട്. അത് ഒരുപാട് റീൽസിലുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സിന്റെ റീൽസിലുണ്ട് അത്. അപ്പോൾ അങ്ങനെ ആ ടൂർ ചെയ്യാനായിട്ട് അങ്ങനെ ഹൊച്ചിമിൻ സിറ്റിയാണ് പോകേണ്ടതെങ്കിൽ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അതുമല്ല, നിങ്ങൾക്ക് ഫുക്കോക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, കറക്റ്റ് മാൽദീവ്സ്. വാട്ടർ വില്ലകളും ബീച്ച് ആക്ടിവിറ്റീസും സ്നൂർക്കലിങ്, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, അണ്ടർ വാട്ടർ വാക്കിംഗ്. വിയറ്റ്നാം ടൂറിസം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമുക്കിപ്പം സത്യം പറഞ്ഞ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊന്നും ഇല്ലാത്ത കാര്യം അത് തന്നെയാണ്. 2010-ലും 2012-ലും ഉള്ള ഐറ്റിനറി തന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. 2 നൈറ്റ് മൂന്നാർ, 2 നൈറ്റ് തേക്കടി, 2 നൈറ്റ് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലെങ്കിലും ഇവിടുത്തെ സർക്കാർ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അവിടുത്തെ ടൂറിസം വികസനം എന്താണ് അത് മനസ്സിലാക്കും. അവിടുത്തെ ഇവിടുത്തെ തമ്മിൽ എന്താ വ്യത്യാസം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ഇപ്പൊ ഫോറിനേഴ്സിന്റെ വരവ് വളരെ കുറവാണ്, ഗണ്യമായി കുറവാണ്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സാഹിബന്മാരെ, മതന്മാരെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിശയത്തോടൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ വളരെ കുറവാണ്, ഗണ്യമായ കുറവാണ്. കാരണം ഞാനൊരു അസോസിയേഷൻ സെക്രട്ടറിയാണ്, എനിക്കറിയാം നമുക്ക് കാര്യം. കേരളത്തിലെ ടൂറിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ വളരെയധികം കുറവാണ് ഞാൻ പറഞ്ഞു വരുന്നത്? കാരണം അവർക്ക് ഇപ്പം ഓസ്ട്രേലിയ നിന്നാണെങ്കിലും റഷ്യ നിന്നാണെങ്കിലും ട്രാവൽ ചെയ്യാനും എപ്പോഴും ഫ്ലൈറ്റ് ഉള്ളതും ആയ ചീപ്പായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാം. അവർക്ക് കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനവും വിയറ്റ്നാമിൽ കിട്ടുന്നുണ്ട്. മറ്റേ ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും മലകളുണ്ട്. സാപ്പ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഹിൽ സ്റ്റേഷനാണ്. സെയിം മൂന്നാർ പോലുള്ള സ്ഥലങ്ങളാണ്. അവിടെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. സ്കൈ സൈക്ലിംഗ്, അത് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അവർക്ക് അത് കിട്ടും, അവർ എൻഗേജ്ഡ് ആവും ഫുൾ ടൈം. അപ്പൊ അവർക്ക് അവിടെ പോയാൽ മതി. കേരളത്തിൽ പോകുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഈ ബാന ഹിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കേബിൾ കാറിന്റെ കാര്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ അതായിരുന്നു, 8 കിലോമീറ്റർ. സെക്കൻഡ് ഇപ്പൊ ഫുക്കോക്ക് ഐലൻഡിൽ കേബിൾ കാർ വന്നു. കടലിന്റെ മലയുടെ മുകളിലൂടെയാണ് ആ കേബിൾ കാർ പോകുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. അത് 9 കിലോമീറ്റർ ആണ്. അപ്പം രണ്ടാമത്തെയും നീളം കൂടിയ കേബിൾ കാർ വിയറ്റ്നാമിൽ തന്നെയാണ്. ഫസ്റ്റ് 8 കിലോമീറ്റർ വിയറ്റ്നാമിൽ തന്നെയായിരുന്നു. ഫുക്കോക്കിൽ കേബിൾ കാർ 9 കിലോമീറ്റർ വന്നപ്പോൾ വീണ്ടും അത് വിയറ്റ്നാം തന്നെയായി. ലോകത്തിലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ അല്ല, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ. ആ കേബിൾ കാർ അവിടെ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ആലപ്പുഴയിൽ തണ്ണീർമുക്കം ബണ്ടൊക്കെ ഇല്ലേ, അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നല്ലൊരു എമൗണ്ടിന് കൊട്ടേഷൻ കൊടുത്ത് സർക്കാരിന് ചെയ്യാവുന്ന ഒരു പദ്ധതിയാണത്. കാരണം ഒരു ദിവസത്തെ പ്രോഗ്രാമാണത്. അവിടെ കുറെ ഐലൻഡുകളുണ്ട്. പാതിരാമണൽ ഐലൻഡ് ഒക്കെ വെറുതെ കിടക്കുകയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഐലൻഡൊക്കെ ഇവർ ശരിക്കും ഇതാക്കണം. പാതിരാമണൽ പോലെ വെറുതെ കിടക്കുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കുപ്പിച്ചിലൊക്കെയാണ് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്.
ഞാൻ അതിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ സർക്കാർ യൂസ് ചെയ്യണം. ഈ ഐലൻഡിലേക്ക് തന്നെ നമുക്ക് ബണ്ടൊക്കെ കാണത്തക്ക രീതിയിൽ ഒരു കേബിൾ കാർ ഇട്ട് ഈ ഐലൻഡിൽ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇട്ട്, അതായത് ജെറ്റ് സ്കൈ ഒക്കെ ഇല്ലേ, മറ്റേ നമ്മുടെ എന്താ പറയുക വാട്ടർ ബൈക്ക്, കയാക്കിങ്, സ്പീഡ് ബോട്ട്, അതുപോലെ ആക്ടിവിറ്റീസ് ഇട്ട് അഡ്വഞ്ചർ പാർക്ക് ഒരെണ്ണം അവിടെ സെറ്റ് ചെയ്ത്, അവിടെ ഈ പറഞ്ഞ പോലെ സ്കൈ വാക്കിങ്ങും അങ്ങനെയുള്ള ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഒരു ദിവസത്തെ പ്രോഗ്രാം, ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കോൺട്രാക്ട് കൊടുത്തിട്ട് ഒറ്റ ദിവസത്തെ പ്രോഗ്രാം ഒരു 4000-5000 രൂപ എൻട്രി ടിക്കറ്റ് വെച്ചിട്ട് എല്ലാ ട്രാവൽ ഏജൻസിനും അത് ബൂസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് TAC മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ബിഗ് പ്രോജക്റ്റ് സർക്കാരിന് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സർക്കാർ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അത് നമ്മൾ ഞാനിരുന്ന് സർക്കാരിനെ കുറ്റം പറയുന്ന പോലെ ഇപ്പം അത് ചെയ്യണം. ചെയ്യാൻ പറ്റിയ സാധ്യതകളാണ് ഞാൻ പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ടൂറായി. അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരും. ആൾക്കാരെ അട്രാക്റ്റീവ് ടൂറായി അത്. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണം. അട്രാക്ട് ചെയ്യാനും എന്റർടൈൻ ചെയ്യിക്കാനായിട്ടുള്ള നമ്മുടെ അത് ചെയ്യിക്കണം. അത് ചെയ്താൽ മാത്രമേ ടൂറിസത്തിന് ഭാവി ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് പറയട്ടെ, ഇപ്പം ഒരു ഫോറിനർ ഇവിടെ വരുന്നത് വൈകുന്നേരം ഒരു ബിയറൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അതിനൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ബീച്ച് സൈഡിലോട്ട് ടൂറിസം ഡെസ്റ്റിനേഷനിൽ കോവളം അല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴ, മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു കിലോമീറ്ററോളം പ്രൈവറ്റ് പാർട്ടി കൊടുത്തിട്ട് ബിയർ സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് പോലൊക്കെ കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അത് ഇവിടെ ഭയങ്കര ഇവിടെ കിട്ടാനില്ല. എല്ലാം കിട്ടുകയും ചെയ്യും. ബിയറും കിട്ടും, മദ്യവും കിട്ടും, എല്ലാം കിട്ടും. ഈ ഒരു സാധ്യത, ടൂറിസം സാധ്യത മനസ്സിലാക്കി പഠിച്ച് ഇതുപോലൊരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്തോളും, അവർ സാധനം ചെയ്തോളും. നമ്മൾ എൻട്രി ടിക്കറ്റ് വെച്ച് സർക്കാരിന് അതൊരു വരുമാനവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് കൊടുത്താലേ ടൂറിസ്റ്റുകൾ വരത്തുള്ളൂ കേരളത്തിലേക്ക്. നമ്മളിപ്പോൾ ഒരു കാറ് ഓടിച്ച് വരുമാനം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ കാറിന് നമ്മൾ ഡീസൽ അടിച്ചാൽ മാത്രം പോരെ, കാറിൻ്റെ മെയിൻ്റെനൻസോടെ നമ്മൾ നോക്കണ്ടേ. ആ കാർ എത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുന്നു, അങ്ങനെ എങ്കിലേ ആ ഒരു കാറിലേക്ക് ആൾക്കാർ കയറാൻ തയ്യാറാവുള്ളൂ. അത് നല്ല വണ്ടിയാണ്, നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ കയറുള്ളൂ. ഒരു ടാക്സി ഡ്രൈവറുടെ കാര്യം എടുത്താൽ തന്നെ മനസ്സിലായി. അതുപോലെ നമുക്ക് വരുമാനം കിട്ടുന്ന സാധനങ്ങളിൽ ഫുൾ വരുമാനം നമ്മുടെ അടുത്ത് മാറ്റാതെ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിലേക്കൊരു അട്രാക്റ്റ് ചെയ്യിക്കണം ആൾക്കാർ. എങ്കിൽ മാത്രമേ കേരള ടൂറിസം ഒക്കെ ഇനി ഭാവിയിൽ വികസിക്കത്തുള്ളൂ. കാരണം കേരളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പല രാജ്യങ്ങളിലും അതിനെക്കാട്ടി ചീപ്പായിട്ട് ആക്ടിവിറ്റീസ് കൂട്ടി കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞത്. ആലപ്പുഴ കായലിൽ ഹൗസ് ബോട്ട് നിരത്തിയിട്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഞെട്ടിപ്പോകും. അതൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് 5000 രൂപയ്ക്ക് കൊടുക്കുന്ന ബോട്ടുണ്ട്, 50,000 രൂപയ്ക്ക് കൊടുക്കുന്ന ബോട്ടുണ്ട്. മനസ്സിലായി. അപ്പം അതൊക്കെ ഓരോ ബോട്ടിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സർവീസ് ഡിപ്പെൻഡ് ഓൺ, അങ്ങനെയാണ് പോകുന്നത്, ഡിപ്പെൻസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആസ് എ ട്രാവൽ ഏജൻറ്റ് ഞാനിപ്പോൾ ഒരാൾക്കൊരു ഹൗസ് ബോട്ട് ടൂർ ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്നത് 10,000 രൂപയ്ക്കായിരിക്കും. ഇവർ വരുന്ന വഴി റോഡ് സൈഡിൽ ആൾക്കാർ കൈ കാണിച്ച് ചേർത്തിട്ട് ഹൗസ് ബോട്ട് ഡേ ക്രൂസ് 5000 രൂപ. ചിലപ്പോൾ ഹൗസ് ബോട്ട് തുടങ്ങിയ കാലത്തെ ബോട്ടായിരിക്കും, ചവിട്ടിയാൽ താഴോട്ട് താന്നു വന്ന് പോകുന്ന ബോട്ടായിരിക്കും. കസ്റ്റമർ അത് നോക്കത്തില്ല. അയ്യോ ഞാൻ ഇന്ന ട്രാവൽ ഏജൻറ്റിനോട് 10,000 രൂപയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, അയ്യോ അത് നിങ്ങളെ പറ്റിച്ചത് 5000 രൂപയ്ക്ക് ഞാൻ ബോട്ട് തരാൻ. അപ്പോൾ അവിടെ ട്രാവൽ ഏജന്റ് ആരെ, അപ്പം ചതിയനായി, ട്രാവൽ ഏജന്റ് കൊള്ളക്കാരനായി. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ ആ ട്രാവൽ ഏജന്റ് കൊടുക്കുന്ന സർവീസ്, അതിപ്പോൾ ഒരു എന്ത് ടൂർ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ടൂർ ബുക്ക് ചെയ്യാണ്, നമ്മൾ ഐറ്റിനറി വായിച്ച് നോക്കണം. ആ ട്രാവൽ ഏജന്റിനോട് ആ ഐറ്റിനറി തരാൻ പറയണം. നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ടൂർ തായ്ലൻഡ് ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, വിയറ്റ്നാം ആയിക്കോട്ടെ, നിങ്ങൾ ഐറ്റിനറി തരുമെന്ന് പറയും. അപ്പോൾ തായ്ലൻഡ് ഐറ്റിനറി തരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോങ്നുച്ച് വില്ലേജ് ഗാർഡൻ വേണം, ഫാമിലി ആണെങ്കിൽ സഫാരി വേൾഡ് വേണം, കോറൽ ഐലൻഡ് വേണം, അൽക്കസാർ ഷോ വേണം, അതേപോലെ ടൈഗർ പാർക്ക് വേണം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് തരും. നിങ്ങൾ റേറ്റ് അല്ല അവിടെ നോക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ ഒരു ടൈമേ ചിലപ്പോൾ തായ്ലൻഡ് പ്ലാൻ ചെയ്യുള്ളൂ. പോകുമ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് നിങ്ങൾ കണ്ടിരിക്കണം, 5000 രൂപ കൂടിയാലും. അപ്പോൾ നമ്മൾ ഒരു ട്രാവൽ ഏജന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ 2 or 3 എൻക്വയറി എടുത്തിട്ട്, 3 ട്രാവൽ ഏജൻസിന്ന് എൻക്വയറി എടുത്തിട്ട് 3 പേരുടെ ഐറ്റിനറി വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ ഐറ്റിനറിയിൽ റേറ്റ് കുറവും സർവീസ് നല്ലതും അവർ പ്രിഫർ ചെയ്യുന്ന ഹോട്ടൽ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഹോട്ടലിൻ്റെ ഗൂഗിൾ റിവ്യൂസ് വായിച്ച് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങളൊരു ടൂർ ചൂസ് ചെയ്യും. ഒരിക്കലും ഒരു ട്രാവൽ ഏജന്റിനെ നിങ്ങൾ കുറ്റം പറയില്ല. ഈ കുറേ ആളുകൾ പറയാറുണ്ട്, ലൈക്ക് വിയറ്റ്നാമിൽ പോകാൻ വേണ്ടിയിട്ട് ചിലർ പറയും വിസ ഓൺ അറൈവൽ ആണ്, ചിലർ പറയും വിസ വേണ്ട. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓരോ ട്രാവൽ ഏജൻസികളും ഓരോ രീതിയിലാണ് പറയുന്നത്. ട്രാവൽ എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് കുറേ ഞാൻ ഈ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളതിനെപ്പറ്റി, ഫേക്കാണ്. കാരണം കുറേ പേർക്ക് അതിനെപ്പറ്റി അറിവുണ്ടാവില്ല. കുറേ പേർക്ക് ഇപ്പോഴും വിയറ്റ്നാമിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ പേര് പറയാൻ അറിയില്ല. ഹൊയാൻ, ഹനോയ്, ഫുക്കോക്ക്, സാപ്പ, ഡലാട്ട്, അങ്ങനെ ഹോച്ചിമിൻ സിറ്റി, മെക്കോങ് ഡെൽറ്റ, അങ്ങനെയുള്ള പേരുകൾ പോലും മിക്കവർക്കും പറയാൻ അറിയത്തില്ല. പുതിയ സ്റ്റാഫുകളെ എടുക്കും. ആ സ്റ്റാഫ് 2 മാസം കഴിയുമ്പോൾ വേറെ ട്രാവൽ ഏജൻസി തുടങ്ങി അങ്ങോട്ട് പോകും. പിന്നെ പുതിയൊരു സ്റ്റാഫിനെ എടുക്കും. ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് ഇത് സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല അവിടെ വിസ ഓൺ അറൈവലാണോ, വിസ വേണോ എന്നൊക്കെ. നമുക്ക് തന്നെ വിസ അപ്ലൈ ചെയ്യാം. നമുക്ക് ഓൺലൈനിൽ വിസ അപ്ലൈ ചെയ്യാം. 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വിസ വരും. 2800 രൂപയാണ് ഇപ്പോൾ വിസയ്ക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ പോകുന്നത്. 200 രൂപ സർവീസ് ചാർജ് മേടിച്ചിട്ട് 3000 രൂപയാണ് ഇപ്പം ഏജൻസ്
കൊടുക്കുന്നത്. കാരണം ഏജൻസിന് അത് അടച്ചേ പറ്റുള്ളൂ. കാരണം അവർ വോളിയം ഓഫ് വിസ ചെയ്യുന്നതാണ്. അവർക്ക് ടാക്സ് അടയ്ക്കണം, കണക്ക് കാണിക്കണം. അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇന്റർനാഷണൽ കാർഡ് ആണെന്നുണ്ടെങ്കിൽ 2800 രൂപ 2700 രൂപയ്ക്ക് നമുക്ക് അതിനകത്ത് കട്ട് ഓഫ് ആവുള്ളൂ. ഇപ്പോൾ ഡോളർ റേറ്റ് കൂടിയതുകൊണ്ട് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ മെയിലിൽ വിസ വരും. അതിൻ്റെ ഫിസിക്കൽ കോപ്പി എടുത്തിട്ട് എയർപോർട്ടിൽ കാണിച്ചാൽ മാത്രമേ നമ്മളെ കയറ്റി കൊടുത്തുള്ളൂ. ഒരുപാട് പേര് ഈ വ്ളോഗേഴ്സിന്റെ എന്താ പറയുക ഫേക്ക് വീഡിയോയും ഒക്കെ കണ്ടിട്ട് ട്രാവൽ ചെയ്യാൻ നേരിട്ട് പരിചയമുണ്ട് ഇങ്ങനെ ബ്ലോഗേഴ്സിന്റെയും പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ. അതായത് ഒരുപാട് പേര് ഇന്ന് യൂട്യൂബ് വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. അതായത് വിയറ്റ്നാം വിസ എൻക്വയറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെ കുറേ പേര് എന്നെ വിളിക്കാറുണ്ട്. അതേപോലെ കൊച്ചി വിയറ്റ്ജെറ്റിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അവിടെ വിസയുടെ കാര്യത്തിന് എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് വിയറ്റ്ജെറ്റിൽ. അപ്പം എന്നെ വിളിക്കുന്ന ഒരുപാട് കേസുണ്ട്. എയർപോർട്ടിൽ വന്ന് നിന്നിട്ട് സാറേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇന്ന വ്ളോഗ് കണ്ടു, വിസ ഓൺ അറൈവലാണെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി, ഞങ്ങളെ കയറ്റി വിടുന്നില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ എംബസി ഉദ്യോഗസ്ഥനാണെന്നുള്ള രീതിയിലാണ് അവരെന്നോട് സംസാരിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരുടെ കാര്യം പറഞ്ഞു കൊടുക്കും. അത് നിങ്ങൾക്ക് ഫേക്ക് ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്, വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വിസ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ഇൻവിറ്റേഷൻ, ഓൺ അറൈവൽ അവിടെ അടിച്ചുതരും ഇൻവിറ്റേഷൻ ലെറ്റർ. ഈ ലെറ്റർ ഇല്ലെങ്കിൽ എയർലൈൻസ് ബോഡി ചെയ്യിക്കത്തില്ല, ഉറപ്പായിട്ടും ബോഡി ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് വിയറ്റ്നാം ട്രാവൽ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും വിസ വേണം. അല്ല, ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഇങ്ങനത്തെ കുറച്ചൊക്കെ വാഗ്ദാനങ്ങൾ പറയണ്ട, വളരെ കുറച്ച് എമൗണ്ടിൽ വിയറ്റ്നാമിൽ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറേ ട്രാവൽ ഏജൻസിൻ്റെ കൂടെ ഓരോ ഡെസ്റ്റിനേഷനിലും വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറേ ഹോട്ടലിൽ പോയിട്ട് ആ ഹോട്ടൽ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന കട, ഇതാണ് നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന, പൈസ മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് തന്നെ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അത് പ്രൊമോട്ട് ചെയ്യുക. കാരണം ആ ഒരു വ്യക്തിക്ക് ചിലപ്പം നല്ല ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പം ഇയാൾ പറയുന്നത് പോലെ ചെയ്യും ആ ഫോളോവേഴ്സ്. അപ്പോൾ ചിലപ്പം വിയറ്റ്നാമിൽ പോകാൻ വിസ വേണ്ട, വിസ ഓൺ അറൈവൽ ആയിരിക്കും ചിലർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല വ്ളോഗേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിസ വേണ്ട, വിയറ്റ്നാം വിസ ഓൺ അറൈവൽ ആണെന്ന് പറയുന്നുണ്ട്. കുറേ വ്ളോഗേഴ്സ് പറയുന്നുണ്ട്. തെറ്റാണ്, പക്കാ തെറ്റാണ്. ഈ റീസെൻ്റ്ലി ഒരു 3 months ബിഫോർ നമ്മുടെ ആക്ടർ ബിജു മേനോനും വൈഫ് സംയുക്ത വർമ്മ ഒരു ഫാമിലി കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് ഒരു ഏജന്റ് എന്നെ വിളിച്ചു. അവർക്ക് വിയറ്റ്നാം വിസ വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ അറിവ്. അങ്ങനെ വിസ എടുക്കാതെ വന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 വർക്കിംഗ് ഡേയ്സ് വേണം വിയറ്റ്നാം വിസ ഇറങ്ങാനായിട്ട്. നിയർ ബൈ 3000 റുപ്പീസ് ചാർജ് ആവുന്നുണ്ട് വിയറ്റ്നാം വിസയ്ക്ക്. ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ പോകണം. ഈ വിസയാണ്, ഈ വിസയുടെ ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ വിയറ്റ്നാം പോകണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് കയറ്റി വിടില്ല. ലാസ്റ്റ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവരെ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവരെ ബാലിക്ക് വിട്ടു. ബാലി ഓൺ അറൈവലാണ്, ബാലിക്ക് വിട്ടു. വിയറ്റ്നാം അങ്ങനെ വിസ വേണ്ടാത്ത രാജ്യമാണ്, വിസ ഓൺ അറൈവൽ കിട്ടുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ചിലർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓൺ അറൈവൽ വിസ കിട്ടും, പക്ഷേ ഒരു ഇൻവിറ്റേഷൻ വേണം. വിയറ്റ്നാം റെസിഡൻസിൻ്റെയോ അല്ലെങ്കിൽ വിയറ്റ്നാം ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതിൻ്റെ ഓണറിൻ്റെയോ അങ്ങനെ വിയറ്റ്നാമീസിൻ്റെ ആരുടെയെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് വേണം. ആ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടണമെങ്കിൽ $20 നമ്മൾ പേ ചെയ്യണം. $20 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2000 രൂപയായി. അത് പേ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വരും. 3-4 പേജ് ഇൻവിറ്റേഷനാണ്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മുടെ പേര് സഹിതം എയർപോർട്ടിൽ കൊണ്ട് കാണിച്ചാൽ മാത്രമേ നമ്മളെ എയർപോർട്ടിൽ നിന്ന് എയർലൈനിൽ ബോർഡ് ചെയ്യാൻ സംഭവിക്കുള്ളൂ. ബോർഡ് ചെയ്തിട്ട് അവിടെ ചെന്നതിന് ശേഷം $25, ഓൾമോസ്റ്റ് 2500 രൂപ അവിടെ അടയ്ക്കുമ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കും വിസ. അതാണ് വിസ ഓൺ അറൈവൽ. അല്ലാതെ വിസ ഓൺ അറൈവൽ ആണെന്ന് പറഞ്ഞ് നേരെ എയർ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റത്തില്ല. ഒരാൾ പറയുന്നത് കേട്ട് ട്രാവൽ ചെയ്യരുത്. ഒരാൾ പറയും ഞാൻ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലർ പറയും വിയറ്റ്നാം ഭയങ്കര ചീപ്പാണ്, എല്ലാവരും 10,000 രൂപ മതി, 5,000 രൂപ മതി. ശരിക്കും വിയറ്റ്നാമിലെ കറൻസി ഡോങ് ആണ്, വിയറ്റ്നാം ഡോങ്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 1 രൂപ അവിടുത്തെ 320 രൂപ, 300. ഇപ്പം ഡോളർ വ്യത്യാസം 350 രൂപ വരെ ആയിട്ടുണ്ട്. അവിടുത്തെ 1 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ഒക്കെ നോട്ടുണ്ട്. അവിടെ ഒരു നോട്ട് 5 ലക്ഷം രൂപയുടെ നോട്ടൊക്കെ ഉണ്ട്. ആ നോട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ ഒക്കെ ഒറ്റ നോട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ബ്ലേഡ് മേടിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം, അല്ല 50,000 കൊടുക്കണം. മൂല്യമില്ല. അതായത് $100 കൊടുത്താൽ 25,50,000 രൂപ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. വിയറ്റ്നാം കറൻസി 25,50,000 രൂപ. $100 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 8,700 രൂപ. 8,700 രൂപ ഇന്ത്യൻ മണി കൊടുത്താൽ 25,50,000 രൂപ വിയറ്റ്നാമിൽ കിട്ടും. ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു നേരം നമ്മളൊരു കുറച്ച് 2 പൊറോട്ട, അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, 2 പൊറോട്ട ഒരു ചിക്കൻ കറി കഴിച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ. ഇവിടുത്തെ 500 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് അവർ ചീപ്പാണെന്ന് പറയുന്നത്. ഒന്നും മനസ്സിലാക്കാതെയാണ് പറയുന്നത് ചീപ്പാണെന്ന്. നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഹോട്ടലിൽ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 5.5 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ കൊടുക്കണം. $60 എന്തായാലും കൊടുക്കണം. 4,000, 4,500 രൂപ ഇവിടെയും കിട്ടും. 4,500 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് നല്ല 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ ഇവിടെയും കിട്ടും. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ടൂറ്, നമുക്കിപ്പോൾ അവിടെ പോയിട്ട് വിയറ്റ്നാമിൽ പോയിട്ട് ഞാൻ വിയറ്റ്നാമിൽ പോയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ ആകത്തുള്ളൂ. 1 രൂപ പോലും ഇല്ലാതെ പോകാം, ഫുഡ് കഴിച്ചിട്ടേക്ക് പോരാ. ടൂർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹലോങ് ബേ ക്രൂയിസിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ 6,000 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അതേപോലെ തന്നെ ചില ഏജൻസ് റേറ്റ് കുറച്ച് കൊടുക്കും. 4,000 രൂപയ്ക്ക് കിട്ടുന്ന ക്രൂയിസ് ഉണ്ട്, 3,000 രൂപയ്ക്ക് കിട്ടുന്ന ക്രൂയിസ് ഉണ്ട്.
നമ്മൾ 5 സ്റ്റാർ ക്രൂയിസ് തന്നെ വേണമെന്ന് പറയുക. അത് 6000 രൂപയാവും. ലിമോസിൻ എന്ന് പറഞ്ഞ വെഹിക്കിളാണ് ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ലക്ഷറി വെഹിക്കിളാണ്. അതിപ്പോൾ 6000 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അതേപോലെ ഗൈഡ് മാൻഡേറ്ററി ആണ് അവിടെ, എന്ത് ടൂറിനും ഗൈഡ് മാൻഡേറ്ററി ആണ്. നമ്മളിപ്പോൾ ഹലോങ് ബേയിൽ ചെന്ന ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് കിടക്കുന്ന പോലെ അവിടെ ലക്ഷറി ബോട്ട് കിടക്കും. എന്നാൽ ഞാൻ എൻട്രി ടിക്കറ്റ് എടുത്ത് വന്ന് ഒരു ടാക്സി എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് ഗൈഡ് കാണിച്ചു തരും ഏത് ക്രൂയിസാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്, ആ ക്രൂയിസിൻ്റെ എൻട്രി, ക്രൂയിസിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കയാക്കിംഗ് എവിടെയാണ്, അല്ലെങ്കിൽ മാൻഗ്രോവ് എവിടെയാണ്, ഏത് ബീച്ചിലാണ് കുളിക്കേണ്ടത്, ഇതൊക്കെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒരു ദിവസത്തെ ഗൈഡ് ഫീ എന്ന് പറയുന്നത് 6500 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ്. നിങ്ങൾ 2 പേരായിട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടും. ഈ 6500 രൂപ നിങ്ങൾ ചെയ്യണം. അതേപോലെ ഗൈഡിൻ്റെ എൻട്രി ടിക്കറ്റ് നമ്മൾ എടുക്കണം. പക്ഷേ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ 2 പേരാണ് പോകണമെങ്കിൽ ഞങ്ങൾ SIC ടൂറാണ് ചെയ്തു തരുന്നത്. SIC മീൻസ് സീറ്റ് ഇൻ കോച്ച്. സീറ്റ് ഇൻ കോച്ച് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേര് 15 പേര് പോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങളെ കൂടെ ആഡ് ഓൺ ചെയ്യും. ആ ഗ്രൂപ്പിന് ഗൈഡ് ഉണ്ടാവും, ഗൈഡിൻ്റെ എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും, അതിനകത്ത് നമ്മുടെ കമ്പനിയുടെ ആയിരിക്കും. ആ ഗൈഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവിടെ ലോക്കൽസിന് അലിച്ചിട്ട് പഠിപ്പുള്ളവർക്ക് പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കത്തുമില്ല, അറിയാമെങ്കിലും സംസാരിക്കത്തില്ല. പോലീസുകാർ, നമ്മളൊക്കെ ബൈക്ക് ഓടിച്ചു പോയാൽ പോലീസുകാർ കൈ കാണിക്കത്തില്ല, പേടിച്ചിട്ടല്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഭാഷ അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത് മൊത്തം ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. ഒരുപാട് പേര് പറ്റിക്കുന്നു, ശരിക്കും ചീറ്റ് ചെയ്യും. നമുക്ക് ഈ 1,00,000 നോട്ട് ഏതാ 10ന്റെ നോട്ട് ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. രണ്ടും ഒരേ സൈസൊക്കെ ആയിരിക്കും. അത് 10,000 നോട്ടാകും. 10 എഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ട് 3 പൂജ്യം, 1,00,000 100 എഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ട് ബാക്കി പൂജ്യം. അങ്ങനെയാണ്, നമുക്ക് മനസ്സിലാകത്തില്ല. ഈ കാറുകാരൻ തൊട്ട് കാണിക്കും അതാണെന്ന് പറയും നോട്ട്. 10 രൂപയുടെ ഓട്ടോ ആയിരിക്കും, പക്ഷെ നോട്ട് അതാണെന്ന് പറയാം. അവർ തൊട്ട് കാണിക്കുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്ന 1,00,000 രൂപയായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ട്രാവൽ ഏജന്റിനെ എങ്ങനെ ചൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. 2 or 3 ട്രാവൽ ഏജൻസിയിൽ നിങ്ങൾ കൊട്ടേഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റും സർവീസും നോക്കുക. റേറ്റ് മാത്രം നോക്കരുത്. അദ്ദേഹത്തിനെക്കാട്ടി കുറവാന്ന് പറയുമ്പോൾ കുറേ ഹിഡൻ ചാർജസ് ഉണ്ടാവില്ല. ചില ട്രാവൽ ഏജൻസികൾ നോർത്ത് ഇന്ത്യ എന്നൊക്കെ എടുത്തിട്ട് താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി വെക്കും, ഗൈഡ് ടിപ്പ് മാൻഡേറ്ററി. ഒരു ഗൈഡിന് ഒരു ദിവസം ടിപ്പ് കൊടുക്കേണ്ട $5 $5. 5 ദിവസത്തെ പ്രോഗ്രാം എടുക്കുന്നെങ്കിൽ $25, 2,500 രൂപ ഇന്ത്യൻ റുപ്പീസായി. ആ 2,500 രൂപ ഗൈഡ് ടിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രാവൽ ഏജന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും തരുന്നത്. പക്ഷെ മറ്റേ ആൾ താഴെ ചെറുതായിട്ട് എഴുതി വെക്കും, ഗൈഡ് ടിപ്പ് മാൻഡേറ്ററി $5 ഡെയിലി. ഇതിൽ കൂടുതലെങ്കിൽ നിങ്ങൾ അവരുടെ വണ്ടി ഇറക്കി വിടത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ 2,500 അവർക്ക് അവർ മറ്റേ പുള്ളിക്ക് 2,500 കൂടുതലാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്. പിന്നെ തരുന്ന ഹോട്ടൽസ്, ആ ഹോട്ടൽസിൻ്റെ ഞാൻ നേരത്തെ പറയല്ലോ, ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഈ ഹോട്ടൽ വേണ്ട, ഞാൻ വേറൊരു ഹോട്ടൽ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ടോ, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ വേണം ഒരു ട്രാവൽ ഏജന്റിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഐറ്റ്നറി പക്കയായിട്ട് തോന്നുന്നത് ചില ട്രാവൽ ഏജൻസ് ഉണ്ട്. എനിക്കിപ്പോഴും അനുഭവമുണ്ട്. എനിക്ക് കൊട്ടേഷൻ ഇങ്ങോട്ടായിരിക്കും, കസ്റ്റമർ തന്ന സാർ ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് വരുമെന്നിരിക്കും. ഞാൻ നോക്കുമ്പോഴത്തേക്ക് Day 1 ഹലോങ് ബേ ക്രൂയിസ്, Day 2 ബാന ഹിൽസ്. അതെന്ന് പറഞ്ഞാൽ ഹലോങ് ബേ ക്രൂയിസ് ചൈന ബോർഡറിലാണ് നടക്കുന്നത്. അവിടുന്ന് ഹനോയിൽ വരണമെങ്കിൽ 4 മണിക്കൂറാണ്. അവിടുന്ന് ദനാങ്ങിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറി വന്നിട്ട് വേണം ബാന ഹിൽസിലേക്ക് പോകാൻ. മനസ്സിലായോ? ഒന്നും അറിയാതെ ഈ ഏറ്റവും മൂലം പഠിച്ചിട്ട് ഐറ്റിനറി ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ഏജൻസ് ഉണ്ട്. അങ്ങനെയല്ല, അപ്പം നമുക്ക് കൂടെ ഒരു അവയർനെസ് വേണം ആ ഡെസ്റ്റിനേഷനെ പറ്റി, നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനെ പറ്റി. അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ 2-3 ഐറ്റിനറി മേടിച്ചിട്ട് എനിക്ക് ഈ പ്ലാൻ കൊള്ളാം, ഈ പ്ലാനിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്, നിങ്ങളിത് എനിക്ക് മാക്സിമം എത്ര രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റും, ബാർഗെയിൻ ചെയ്യാം. അവർ അവരുടെ പ്രോഫിറ്റ് കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരും. എപ്പോഴും പോകുമ്പോൾ ഏത് ടൂർ, ഇപ്പോൾ വിയറ്റ്നാം തന്നെ എന്നല്ല, ഏത് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്താലും ഒരു ട്രാവൽ ഏജൻറ്റ് ത്രൂ പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ആ ട്രാവൽ ഏജൻറ്റ് കൊള്ള ലാഭം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ കൂടെ പോകരുത്. അല്ലെങ്കിൽ അവൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാ പേജിലോ വല്ലതും ബാഡ് റിവ്യൂസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കേരളത്തിൽ ഈ കായലിന് പോളരോഗം ബാധിച്ച പോലെ ട്രാവൽ ഏജൻസി ഉണ്ടാകും പോലെ മുക്കിന്. ഞാനിപ്പം എറണാകുളത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ട്രാവൽ ഏജൻസി കാണാം. ഞാനൊരു ഓൺലൈനിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ഞാൻ ഒരു ഏജൻ്റായിട്ട് ഞാൻ ഈ ഫുക്കോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം പോവുക. നടന്ന സംഭവമാണ്. ഒരു അത് വേണമെങ്കിൽ പ്ലാറ്റ്ഫോം വരെ പറയാം, മേക്ക് മൈ ട്രിപ്പിലാണ് ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ അവിടെ ചെന്ന് ഞാൻ DMC തുടങ്ങുന്നതിന് മുമ്പ് ചെന്ന് ഹോട്ടലിൽ കാണിച്ചോ പറയാം, സോറി സാർ, ഈ ഒരു ബുക്കിംഗ് ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ ഇവരുമായിട്ട് ടൈപ്പ് ഇല്ല, അവിടുത്തെ ഏതെങ്കിലും ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടാണ് ഇവർക്ക് ടൈപ്പ് ഉള്ളത്. അവരെ വിളിച്ചു പറയുമ്പോൾ അവർ ഒറ്റ ഡയലോഗ്, സാറെ ഫണ്ട് റീഫണ്ട് ചെയ്തേക്കാം സാർ, വേറെ റൂമിൽ. ഞാനൊരു ഏജന്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പറ്റും. ഞാനൊരു ഏജന്റ് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു കസ്റ്റമർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു, അവിടെ ചെന്ന് റൂമില്ലെങ്കിൽ എന്തായിരിക്കും തെരുവിൽ? ഞാൻ ഇത്രയും നാളുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് എൻ്റെ ക്രെഡിബിലിറ്റി മൊത്തം പോകും. നിങ്ങൾ അതിൻ്റെ ബാഡ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ റേറ്റിംഗ് കുറയും. അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു ട്രാവൽ ഏജന്റ് ത്രൂ ടൂർ പോകുന്നത് തന്നെയാണ്. എവിടെയാണെങ്കിലും, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, മൂന്നാർ ആയിക്കോട്ടെ, ഹൈദരാബാദ് ആയിക്കോട്ടെ, കുളു മണാലി ആയിക്കോട്ടെ, നിങ്ങൾ പോകുമ്പോൾ ഒരു ട്രാവൽ ഏജന്റ് ത്രൂ തന്നെ പോകും. ആൾക്കൊരു 500 രൂപ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. മനസ്സിലായി?
പക്ഷേ ലോകത്തില്ലാത്ത റേറ്റ് പറയുമ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കാം വേറെ ഒന്നോ രണ്ടോ ട്രാവൽ ഏജൻസി. കുറെ വിസ ഫ്രീ കൺട്രീസ് ഉണ്ട്. ഒരു ട്രാവൽ എക്സ്പെർട്ട് എന്ന നിലയിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് വിസ ഫ്രീ കൺട്രീസ്? തായ്ലൻഡ്. തായ്ലൻഡ് നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏതൊരു ട്രിപ്പാണ്, കൊച്ചിയിൽ നിന്ന് തന്നെ എന്തോ 2-3 ഫ്ലൈറ്റ് ആയി ഇപ്പോൾ തായ്ലൻഡ്. ഫുക്കറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയി, സുവർണഭൂമിയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വിസ ഓൺ അറൈവൽ ഫ്രീ ആക്കി, വിസ ഫ്രീ ആക്കി. 2 വർഷമായി ഇപ്പോൾ വിസ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു 50,000 രൂപ 45,000 രൂപ ഉണ്ടെങ്കിൽ തായ്ലൻഡ് 4 നൈറ്റ് 5 ഡേയ്സ് തായ്ലൻഡ് നിങ്ങൾക്ക് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. ഒരുപാടുണ്ട് കാണാൻ. ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അൽക്കസാർ ഷോ, കോറൽ ഐലൻഡ്, നോങ് നൊച്ച് വില്ലേജ് ഗാർഡൻ, സഫാരി വേൾഡ്, ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഇതൊക്കെ ഒരുപാടുണ്ട് തായ്ലൻഡിൽ കാണാനായിട്ട്. വിസ ഫ്രീ കൺട്രി എന്ന് പറയുന്നത് നമുക്ക് പോകാൻ പറ്റിയത് തായ്ലൻഡ് ഒന്ന്. രണ്ടാമത് മലേഷ്യ. മലേഷ്യയിൽ ടൂർ കുറവാണ്. മലേഷ്യയിൽ ഒരു 3 നൈറ്റ് 4 ഡേയ്സ് അല്ലെങ്കിൽ 2 നൈറ്റ് 3 ഡേയ്സ് മതിയാവും മലേഷ്യ കവർ ചെയ്യാനായിട്ട്. മലേഷ്യ മീൻസ് മലേഷ്യ നമുക്ക് ഇവിടെ ചീപ്പസ്റ്റ് ആണ്. ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ 12,000 റുപ്പീസിന് നിങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടും എവിടെ നോക്കിയാലും. വിസ ഫ്രീ ആക്കി. നെക്സ്റ്റ് 2026 ഡിസംബർ വരെ മലേഷ്യയിൽ വിസ ഫ്രീ ആണ്. മലേഷ്യയിൽ പോയിറങ്ങി അവിടെ കാണാൻ ഫസ്റ്റ് സിറ്റി ടൂർ കുറച്ചുണ്ട്. പുത്രജയ എയർപോർട്ടിൽ നിന്ന് ഓൺ ദ വേ പുത്രജയ കാണാം, സിറ്റി ടൂർ കവർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈവനിങ് KL ടവർ ഫുൾ ലൈറ്റിൽ കാണാൻ പറ്റും, ഭയങ്കര ഭംഗിയാണ്. പിന്നെ അവിടെ തന്നെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, മുക്കിൻ ബിന്ദാങ് എന്ന് പറയും. അത് നിങ്ങൾക്ക് ഓൺ സൈഡിൽ നിന്ന് പോകാം. സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്യാം അവിടുത്തെ. ഭയങ്കര നല്ല രസമാണ്. അത് ഡേ 1. ഡേ 2 ജെന്നി ഹൈലൻഡ് ടൂറാണ്. ബാറ്റു കേവ്സ് പ്ലസ് ജെന്നി ഹൈലൻഡ് ടൂർ. ബാറ്റു കേവ്സ് മീൻസ് വലിയ മുരുകൻ്റെ ടെമ്പിൾ. മലേഷ്യൻ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൽ വരുന്ന മറ്റേ മുരുകൻ്റെ ടെമ്പിളാണ്, വലിയൊരു മുരുകൻ്റെ ടെമ്പിൾ. അതാണ് ബാറ്റു കേവ്സ്. ബാറ്റു കേവ്സ് കവർ ചെയ്തിട്ട് ജെന്നി ഹൈലൻഡ് കേബിൾ കാറുണ്ട്. ജെന്നി ഹൈലൻഡ് പോയിട്ട് അതൊരു വലിയ മാളാണ്, നമ്മുടെ ലുലു മാൾ പോലെ വലിയ മാളാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മീൻസ് മറ്റേ ഇതൊക്കെ അവിടെ ഉണ്ട്, ഗാംബ്ലിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്, കാസിനോ. അപ്പോൾ അതെല്ലാം നമുക്ക് വൈകുന്നേരം വരെ നടന്നുകൊണ്ട് വലിയ വലിയ ബോഷ് കാറുകളുടെ ലോഞ്ചിങ് ഒക്കെ അവിടെ വെച്ചാണ്. അതൊക്കെ കണ്ട് കവർ ചെയ്തിട്ട് ഇറങ്ങാം രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം അവിടെ ഒരു ചൈന ടെമ്പിൾ, ചൈന സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഈ പർച്ചേസ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയത് അത്. പിന്നെ KL അക്വേറിയ, KL ടവർ, സിംഗിൾ ടവറിൻ്റെ എൻട്രി ഒക്കെ എടുത്തിട്ട്, പിന്നെ അതേപോലെ KL ബേഡ്സ് പാർക്ക്, ഇത്രയും കണ്ടിട്ട് എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലേഷ്യ പാക്കേജ് പക്കായിരിക്കും. ഒരു 30,000 35,000 35,000 പെർ ഹെഡ് മലേഷ്യ കവർ ചെയ്യാൻ പറ്റും. ചീപ്പസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. തായ്ലൻഡ് ആണെങ്കിലോ? തായ്ലൻഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 50,000, 45 to 50,000 ഇത്രയും. അത് 4 നൈറ്റ് 5 ഡേയ്സ് ആണ്. മലേഷ്യ മീൻസ് ഈ 2 നൈറ്റ് 3 ഡേയ്സ് അല്ലെങ്കിൽ 3 നൈറ്റ് 4 ഡേയ്സ് എടുത്താലും തന്നെ നിങ്ങൾക്ക് ഈ 35,000 രൂപയ്ക്ക് ഉള്ളിൽ സാധനം നിൽക്കും. മലേഷ്യയിലേക്ക് ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം 7 ഫ്ലൈറ്റ് ഉണ്ട്. മലിൻഡോ എയർലൈൻസ്, മലേഷ്യൻ എയർലൈൻസ്, എയർ ഏഷ്യ. കൊച്ചിയിൽ നിന്ന് 4 ഫ്ലൈറ്റ്, എയർ ഏഷ്യയുടെ 2 ഫ്ലൈറ്റ്, ട്രിവാൻഡ്രത്തു നിന്ന് 1 ഫ്ലൈറ്റ്, ട്രിവാൻഡ്രത്ത് നിന്ന് 2 ഫ്ലൈറ്റ്, മലേഷ്യൻ എയർലൈൻസ്, പിന്നെ ഈ പറഞ്ഞ എയർ ഏഷ്യ. ഇപ്പം കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത്രയും കേരളത്തിൽ നിന്ന് മലയാളികൾ മലേഷ്യ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഇറങ്ങുന്നുണ്ട്. ഈ പറഞ്ഞ 25,000 30,000 രൂപയ്ക്ക് ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിൽ അവർക്ക് പോകാൻ പറ്റുന്നതല്ലേ, അതാണ് മലേഷ്യ. വളരെ അഫോർഡബിൾ ആണ്, വിസ വേണ്ട. ഏറ്റവും ചീപ്പായിട്ട് പോകാൻ പറ്റുന്നതും അതേപോലെ തന്നെ മലേഷ്യ തന്നെയല്ലേ? മലേഷ്യ. അതല്ലാതെ വേറെ ഈ വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ് അതല്ലാതെ വേറെ ഏതെങ്കിലും നമുക്ക്? ബാലി വിസ ഓൺ അറൈവലാണ്. ബാലി പോവാം. ലാവോസ്, അവിടെയൊക്കെ. ലാവോസ് ഒക്കെ എങ്ങനെയാണ്? ലാവോസ് ബാലിയുടെയും വിയറ്റ്നാമിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ലാവോസ്. അതേപോലെ തന്നെ കംബോഡിയ. ഈ നേരത്തെ ഹോച്ചിമിൻ സിറ്റിയുടെ കാര്യം ഞാൻ പറയില്ലേ, ഹോച്ചിമിൻ സിറ്റിന്ന് 6 മണിക്കൂർ ബസ്സിൽ പോയാൽ കംബോഡിയയായി. വേറെ രാജ്യമാണ്, വിസ ഓൺ അറൈവലാണ്. $35 എന്നാണ്. കംബോഡിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വലിയ വലിയ ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നുമില്ല, അമ്പലങ്ങളാണ് കൂടുതൽ. ആ അമ്പലങ്ങളൊക്കെ നമ്മൾ കാണേണ്ട അമ്പലങ്ങളുമാണ്. ഈ എന്താ പറയുക, നമ്മൾ ഈ തടിപ്പണികളൊക്കെ വരുന്നില്ലേ, അതുപോലെ ഈ പറഞ്ഞ ഫെനാപ്പൻ, സയാം റിപ്പൊക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ്. അത് ഈ ഹിസ്റ്റോറിക്കൽ ടൂറും ഈ അമ്പലങ്ങളും ടെമ്പിൾ വിസിറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രായമുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് കംബോഡിയ. വിയറ്റ്നാമും കംബോഡിയയും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യാറുണ്ട് ട്രാവലേഴ്സ്. പക്ഷെ വിയറ്റ്നാം കംബോഡിയ ക്ലബ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടി തന്നെ വിയറ്റ്നാം തന്നെ ഒരു 10 ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ വിയറ്റ്നാം തന്നെ ടൂർ ചെയ്യാനുള്ള ഒരുപാടുണ്ട്. സാപ്പ, ദലാട്ട്, ഹാനോയ്, ദനാങ്, ഹോച്ചിമിൻ സിറ്റി, ഫുക്കോക്ക് ഐലൻഡ്. ഇതൊരു 10 ദിവസത്തെ പ്ലാനാണ് വിയറ്റ്നാം കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. ഹണിമൂണേഴ്സിന് പറ്റിയ പ്ലാനാണ്. വിയറ്റ്നാമിനെ പറ്റി സംസാരിച്ചു, മലേഷ്യയെ പറ്റി സംസാരിച്ചു, ബാലി, തായ്ലൻഡ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളെ പറ്റിയും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വിസ പ്രൊസീജിയേഴ്സും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ ബിസിനസ്സിനെ പറ്റിയാണ്. ബിസിനസ് കോമ്പറ്റീഷൻ, ഇത്രയും മാത്രം കോമ്പറ്റീഷനുള്ള സമയത്താണ് സാർ വരുന്നത്. സാറിൻ്റെ 2016 മുതൽ ഇത്രയും നാളത്തെ ബിസിനസ് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടായിരുന്നു? ബിസിനസ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വിയറ്റ്നാമിൽ ആദ്യം പോകുമ്പോൾ, വിയറ്റ്നാം BMC തുടങ്ങുന്നതിന് മുമ്പ് 2021 കാലഘട്ടങ്ങളിൽ വിയറ്റ്നാമിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. മനസ്സിലായില്ല, അതായത് വേറൊരു DMCയെ തോൽപ്പിക്കാനുള്ള ആവേശം.
ഒരു മലയാളി അവിടെ വന്ന് ബിസിനസ് ചെയ്തത് അവനെക്കാട്ടി കൂടുതൽ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ആവേശം എനിക്കുണ്ടായിരുന്നു. പോകെ പോകെ ബിസിനസ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റേറ്റർ എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് നീ ഇന്നലെ ചെയ്തതിനെക്കാട്ടി കൂടുതൽ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ നീ ഇന്നലെ ചെയ്തതിനെ ഇന്ന് ഞാൻ തോപ്പിക്കും എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ബിസിനസ് ചെയ്യണം. നമ്മുടെ കോമ്പറ്റേറ്റർ നമ്മൾ തന്നെ ആയിരിക്കും. മറ്റൊരാളൊരു നമ്മൾക്ക് ഒരു കോമ്പറ്റേറ്റർ അല്ല. ഇപ്പോൾ അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു, പുള്ളിക്കാരനും വിയറ്റ്നാം ചെയ്യുന്നു, ഞാനും വിയറ്റ്നാം ചെയ്യുന്നു. ഈ അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നം വരുള്ളൂ. കണ്ടിട്ടുണ്ട്, അജിത്ത് എന്ന് പറയുന്ന വ്യക്തി വിയറ്റ്നാം ചെയ്യുന്നതാണ്, എനിക്ക് അവനെക്കാട്ടി കൂടുതൽ ചെയ്യണം, കാരണം ഞാനും അവനും കൂടെ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ അവിടെ വരും. സത്യം പറഞ്ഞാൽ വിയറ്റ്നാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏത് രാജ്യം ആയിക്കോട്ടെ, തായ്ലൻഡ് ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ഒക്കെ എടുത്തു, നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ആ രാജ്യം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല, അവിടുത്തെ ടൂറ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഈ അജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതല്ല. ഒരു കടലാണ്. നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന എത്ര പേരുണ്ട്, മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് ബിസിനസ് ചെയ്യട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ബിസിനസ് ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന കച്ചവടം നേരും നെറിവുള്ളതായിരിക്കണം. ഞാൻ ചെയ്യുന്ന സാധനം എന്തും ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന പാക്കേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് വിറ്റാലും അത് നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിസിനസ് അല്ലെ കച്ചവടം നമ്മളെ തേടി വരും. അവിടെ 1 രൂപ 2 രൂപ കുറവോ കൂടുതലോ നോക്കത്തില്ല. പോയ കസ്റ്റമറുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് എനിക്ക് കൂടുതലും ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. കാരണം നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ദൈവം സഹായിച്ച് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു മൈൻഡിൽ പോയാൽ നമുക്ക് സ്ട്രെസ്സും കുറയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറേ പേരുണ്ടാവും, കുറേ ഏജൻസി. എനിക്ക് ആ ഏജന്റ് റേറ്റ് കുറച്ച് തന്നു, ദിലീപണ്ണ എനിക്ക് ഈ റേറ്റിന് തരുന്നത്, ഇന്ന ഏജന്റ് എനിക്ക് കുറച്ച് തന്നു, നീ അവനോട് എടുത്തോ, ബിസിനസ് ചെയ്യട്ടെ. ശരിക്കും DMCകൾ തമ്മിലൊരു ടൈപ്പ് ഉണ്ടാകും, മനസ്സിലായി? അതായത് ഞാൻ വിയറ്റ്നാം DMC ചെയ്യുന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ വിയറ്റ്നാം DMC ചെയ്യുന്നു, എനിക്കറിയാൻ പാടില്ലാത്ത ഒരാൾ വിയറ്റ്നാം DMC ചെയ്യുന്നു. ഞങ്ങൾ 3 പേര് തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായാൽ, ഒരു ഇന്റേണൽ ധാരണ ഉണ്ടായാൽ, എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ വണ്ടിയില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ എന്നോട് വണ്ടി എടുത്ത് ബിസിനസ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവില്ല. ഒറ്റ റേറ്റിന് ഒരു ഏജന്റിന് കൊടുക്കാൻ പറ്റും. ആ ഏജന്റ് പറയും അജിത്ത് എനിക്ക് വില കുറച്ച് തന്നു, അല്ലെങ്കിൽ രാജീവ് എനിക്ക് വില കുറച്ച് തന്നു, ദിലീപേട്ടൻ എനിക്ക് എന്തുകൊണ്ട് വരുന്നത്. പക്ഷേ ഈ അജിത്ത് കൊടുക്കുന്ന വിലയും രാജീവ് കൊടുക്കുന്ന റേറ്റും ദിലീപ് കൊടുക്കുന്ന റേറ്റും ഒന്ന് തന്നെയാണെങ്കിൽ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു, മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു ഇന്റേണൽ ലിങ്ക് അവിടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കി വേണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കോമ്പറ്റീറ്റർ ആയി കാണരുത്. ഒരിക്കലും ഒരാളെയും ശത്രുവായിട്ട് കാണരുത്. അതാണ് ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് ലൈഫിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ മൈസൂർ 2002 എൻ്റെ ഫ്രണ്ട് കോട്ടയത്തുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ മൈസൂർ ടൂർ പോയതാണ്, ഒരു ആൾട്ടോ കാറിൽ. ഞങ്ങൾ പോയപ്പോൾ അവിടെ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു അമ്മൂമ്മ ഇരുന്ന് തക്കാളി വിൽക്കുന്നു. ആ അമ്മൂമ്മയുടെ തക്കാളിയുടെ വില ചോദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞത് 2 രൂപ 1 കിലോ. ഭാഷയൊന്നും അറിയത്തില്ല, 2 രൂപ 1 കിലോ തക്കാളി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ തക്കാളിക്കൊക്കെ എന്ത് വിലയാണെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു രാവിലെ 1 കിലോ 24 രൂപയ്ക്ക് മേടിച്ചു പോകാനെന്ന് പറഞ്ഞു, ആ സമയത്ത് 2002. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അവിടെ എവിടുന്നാണ് ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ ഗുണ്ടൽപേട്ട് മാർക്കറ്റ് ആ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നു. തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട്, പോകാൻ അവിടെ ചെന്നപ്പോൾ 2 കിലോ 1 രൂപ മാർക്കറ്റിൽ, എത്ര വേണേലും എടുത്തുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് പോകുന്നതൊക്കെ മനസ്സിലാക്കി നേരെ ഇവിടെ വന്നിട്ട് രണ്ടാമത് പിന്നെയും മൈസൂർ പോയി. ഒരു 25,000 രൂപ കടവും മേടിച്ചുകൊണ്ട് പോയി. അവിടുന്ന് ഒരു ലോറി, നാഷണൽ പെർമിൻ്റെ ലോറി നിറച്ച് പച്ചക്കറി, ക്യാബേജ്, മത്തങ്ങ, തണ്ണിമത്തൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആലപ്പുഴയിൽ കൊണ്ടുവന്ന് ഹോൾസെയിലായിട്ട് ഒരു കടമുറി എടുത്തിട്ട് ഹോൾസെയിലായിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഒരു വെജിറ്റബിൾ ഹോൾസെയിലറായിട്ടാണ് ഞാൻ തുടങ്ങിയത്, ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനുമുമ്പ് ടൈറ്റൻ വാച്ചിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് തന്നെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തതും അന്ന് മറ്റേ ഫേസ്ബുക്ക് അല്ല, ഓർക്കുട്ട് ആണല്ലേ, ഓർക്കുട്ട്. അതിലൂടെ നമ്മളോട് ചോദിക്കും എടാ എങ്ങനെയാണ് നീ പോയത്, അല്ലെങ്കിൽ നീ ആ മൈസൂർ പോയത് എങ്ങനെ പോവാം. മൈസൂർ വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കേരളത്തിൻ്റെ ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ് വാൽപ്പാറ. അധികം ആരും പോകാത്തൊരു ഡെസ്റ്റിനേഷനാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. അവിടെയൊക്കെ പോയിട്ട് ഓരോ ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും എടാ എങ്ങനെയാണ് പോയത്. അങ്ങനെ ചോദിച്ച് എന്നോട് ആൾക്കാർ പോകാൻ തുടങ്ങിയപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ആളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം തായ്ലൻഡ് ട്രാവൽ ചെയ്യുന്നത്. തായ്ലൻഡ് ടൂറിസം മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ വന്നിട്ട് അവിടെ ഒരാളെ പരിചയപ്പെട്ടു. ഈ ഒരു ചിൻസ് എന്ന് പറഞ്ഞ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഫാമിലിയായിട്ട് ഞാൻ അവിടെ പോകുന്നു. ചിൻസ് അവിടുത്തെ DMC ആണ്. സാർ ഇത്രയും നാളെ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 2016 മുതൽ വിയറ്റ്നാമിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒബ്വിയസ്ലി അറിയാം ഏതൊക്കെ ടൈമിൽ പോയാലാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂസ് കിട്ടുക, ഏതൊക്കെ ടൈമിൽ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും മോശം അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം. സാറിൻ്റെ ഒരു അനുഭവത്തിൽ എപ്പോൾ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ബെസ്റ്റ്? അവിടെ സീസൺ ഇല്ല, 365 ദിവസവും അവിടെ പോയി കഴിഞ്ഞാലും ബെസ്റ്റ് ആണ്. പക്ഷേ റെയിനി സീസണിൽ മാത്രമാണ് നമ്മളൊന്ന് ബാക്കൗട്ട് ആവുന്നത്. മീൻസ് റെയിനി സീസണിൽ പെട്ടെന്നാണ് അവിടെ വെള്ളം കയറുന്നത്. അപ്പം നമുക്ക് പല ടൂറുകളും മിസ്സാവും. ഇപ്പോൾ ഹൊയാൻ ടൂർ, ഒരു വാക്കിംഗ് സ്ട്രീറ്റിനുള്ളിലൂടെ, അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് കോളനി ഉണ്ട്
2 സൈഡിലും ഫ്രഞ്ച് വില്ലകളാണ്. ഫുൾ ലൈറ്റിൽ ലാൻറ്റേൺ ലൈറ്റിൽ വില്ലകളാണ്. ഇതിൻ്റെ നടുക്കൂടെ ഫുള്ള് സ്ട്രീറ്റ് ഷോപ്പിംഗ് കൂടെ നടത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ ഹൊയാൻ റിവറിലേക്ക് പോകുന്നത്. അവിടെയാണ് ഷിക്കാര ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ദീപം പുഴയിൽ ഒഴുക്കുന്നത്. മഴയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ പറ്റും. ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഭംഗി. മനസ്സിലായില്ലേ? അപ്പോൾ റെയിനി സീസൺ മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കി എപ്പോൾ വേണേലും നിങ്ങൾ വിയറ്റ്നാം പൊക്കോ, എൻജോയ് ചെയ്ത് വരും. ക്യാഷ് 100% നിങ്ങൾ ക്യാഷ് വേർത്താണ് വിയറ്റ്നാം ടൂർ. സോ ഇത്രയും നേരം നമ്മൾ ബിസിനസിനെ പറ്റിയും വിയറ്റ്നാമിനെ പറ്റിയും തായ്ലൻഡിനെ പറ്റിയും വിസയെ പറ്റിയും അങ്ങനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് വിയറ്റ് ഹിൻഡിന്റെ MD മിസ്റ്റർ ദിലീപ് കുമാർ ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഞങ്ങളുടെ അടുത്ത് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിനും എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തതിനും ഒത്തിരി സന്തോഷം. ഓഫ് കോഴ്സ് യു ആർ ദ DMC ഓഫ് വിയറ്റ്നാം. അപ്പോൾ ആ ഒരു നിലയിൽ ഒരു എക്സ്പേർട്ട് എന്ന നിലയിൽ ഞങ്ങൾ പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? നമുക്ക് ഒരു വിയറ്റ്നാം ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഒരിക്കലും ഒരു എന്താ പറയുക വ്ളോഗേഴ്സ് ചെയ്യുന്ന വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യരുത്. നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ വിയറ്റ്നാമിനെ പറ്റി A to Z അറിയാവുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖാന്തരം തന്നെ നിങ്ങൾ വിയറ്റ്നാം ടൂർ പ്ലാൻ ചെയ്യുക. കാരണം ഒരു ട്രാവൽ ഏജൻസിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ടൂർ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ള കാര്യം ഒരു ട്രാവൽ ഏജൻസിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊരു വിയറ്റ്നാം ടൂർ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഏത് ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ തായ്ലൻഡ് ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ട്രാവൽ ഏജൻസി ത്രൂ തന്നെ ടൂർ പ്ലാൻ ചെയ്യുക. ഞാനൊരു ടൂറിസം അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ്. കേരളത്തിലെ ലീഡിംഗ് ട്രാവൽ ഏജൻസി അസോസിയേഷനായ MKTA മൈ കേരള ടൂറിസം അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രാവൽ ഏജൻസൊക്കെ ഈ കൊറോണ ആണെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ഫ്ലഡ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് കയറി വന്നുകൊണ്ടിരുന്ന സമയമാണ് ഈ പറഞ്ഞ 2021, 2023 കാലഘട്ടങ്ങളൊക്കെ. അപ്പം നിങ്ങൾ കഴിവതും കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ അടുത്തുള്ള ട്രാവൽ ഏജൻസിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ആ ട്രാവൽ ഏജൻറ്റിനും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും. അപ്പോൾ നിങ്ങൾ മാക്സിമം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, വിയറ്റ്നാം ആയാലും മലേഷ്യ ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഏത് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആണെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 2 or 3 ട്രാവൽ ഏജൻസിനെ സമീപിച്ച് ഇവരുടെ എല്ലാം ഐറ്റിനറി മേടിച്ച് നോക്കി നിങ്ങൾ അതിൻ്റെ ഐറ്റിനറി വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഐറ്റിനറി മനസ്സിലാക്കി അത് ഹോട്ടൽ ഏതാണ് അവർ പറയുന്ന ഹോട്ടൽ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഹോട്ടലിൻ്റെ റിവ്യൂസൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങളൊരു ട്രാവൽ ഏജൻറ്റ് ത്രൂ തന്നെ ബിസിനസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.